കർക്കിടകം 11 ആരണ്യകാണ്ഡം. ബാലികേഷു കുല മൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടും മടിയാതെ നീലനിരതനിവൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനിരജതലോചനൻ നാരായണൻ നീലലോകിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനം പരായണൻ പരമാത്മാവു തൻ്റെ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതി ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകുന്നു കേട്ട് പൈങ്കിളി ചൊന്നാള്. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലഗീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയ അജലമകളോട് അരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാ ആനന്ദരൂപാത്മാ രാമനദ്വയ്യനേക നവ്യായൻ അഭിരാമൻ അത്രിതാവസ പ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. പ്രത്യക്ഷശ്രുത്തായ തന്നിത്യകർമ്മവും ചെയ്തു നത്യാതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരികോത്ഭവ വേഷ്ടപുത്ര ഞങ്ങൾക്കും മുനി മണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനും ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോളിങ്ങു നിന്ന് അയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം മന്ത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതുകലം പൂണ്ട് ഉടൻ അരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നു ആരുള്ളതഹോതവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗദനുകാരിയാം നിനക്കോരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നു അവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടും പിന്നാലെ ചെന്നാന്. അന്നേരം തിരിഞ്ഞു നിന്ന് അരുൾ ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിടണം അന്തികേ ശിഷ്യ ജനമുണ്ടല്ലോ വഴിക്കുമേ.
എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പോക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുൾ ചെയ്തു രാമ, ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും. ആകുലം വേണ്ട, ഞങ്ങൾക്ക് ഉണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താമസകുമാരകന്മാരോടു നിങ്ങൾ കടന്നു പോകെന്നു ചൊന്നാർ. ചെന്നുടൻ അത്രിപാദം വന്നിച്ചു കുമാരന്മാര് ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ച. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമതാ ഘോരമായുള്ള മഹാകാനനം അഹംബോക്കാർ. ത്രിള്ളി അന്ധകാര നാദമണ്ഡിതം സിംഹവാക്ര ശല്യാദിമൃഗഗണാകീർണമാദപഹനീയം. ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാന്. ലക്ഷ്മണ നന്നായി നാല് പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാപരീക്ഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരമുരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കേണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാ മഹാമായ ശക്തി എന്നതുപോലെ. അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാലൊരു ഭീതിയുണ്ടായി വരാം. ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം. പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരണിയും കണ്ട. കൽഹാരോൽഫല കുമുദാംബുജരക്തോൽഫല പുല്ലപുഷ്പേന്ദീവരശോഭിത മജ്ജലം. തോയപാനവും ചെയ്ത് വിശ്രാന്തരന്മാരായി വൃക്ഷഛായ പോതലേ പുനരിരുന്നു യഥാസുഖം.